ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 2 സ്മൂത്തികളാണ്. ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളതാണ്. ഇത് വന്നിട്ട് വണ്ണം കുറയ്ക്കുവാനും കാലത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുവാനും കൂടി ഉള്ളതാണ്. ഇത് ഒരു എനർജി ബൂസ്റ്ററും കൂടിയാണ്. വർക്കൗട്ട് ചെയ്യുന്നവർക്കും ഇത് നല്ല ഉപകാരമുള്ളതാണ്. ഇനി വേറെ ഒരു സ്മൂത്തി കൂടിയുണ്ട്. അത് വന്നിട്ട് ഷുഗറുകാർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. ഇത് മിസ് ചെയ്യാതെ നിങ്ങൾ കാണണം. ഇതിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. നല്ല രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ബോണസ് ടിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ജവാറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഒരു ചട്ടി അടപ്പത്ത് വെച്ചു. അതിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 3 മിനിറ്റ് നേരം ഇളക്കി കഴിഞ്ഞാൽ ഇത് കുറച്ച് മുരം വരാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇത് നല്ല രീതിയിലായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് ജവാറ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഒരു ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചതാണ്, അതിട്ട് കൊടുക്കാം. ഇനി 3 ഈന്തപ്പഴം കുരുല്ലാത്തത് നമുക്ക് അതിലിട്ട് കൊടുക്കാം. പിന്നെ ഒരു 5-6 കശുവണ്ടി നമ്മൾക്ക് അതിൽ ചേർത്തി കൊടുക്കാം. നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോ വരുന്നുണ്ട്. ഇത് നല്ല ഹൈ പ്രോട്ടീനുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ ചാനൽ പുതിയതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. ഇനി നമ്മൾക്ക് മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ അത് അടിച്ചെടുക്കാം. നല്ല രീതിയിൽ അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ച് വരണം. അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇത് വന്നിട്ട് ജവാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് നമുക്ക് വളരെ നല്ലതാണ് കഴിക്കാൻ. ഇനി നമുക്ക് അടപ്പ് തുറന്ന് ഇത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഇത് നല്ല പോലെ അടിച്ച് വന്നില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടിയും നമുക്ക് ഇത്തിരി വെള്ളം കൂടിയും ചേർത്ത് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലപോലെ അടിച്ച് കിട്ടും. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇനി നമ്മൾക്ക് അത് അതിൻ്റെ മുകളിൽ കുറച്ച് ജാതിക്കായ പൊടിയാണ് ഞാനിട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ബദാമും പിസ്തയും കൂടി നമ്മൾ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന ജവാറ് നമ്മൾ അതിലേക്ക് 1 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ സ്മൂത്തി തയ്യാറായി കഴിഞ്ഞു. ഇതിന് വേണ്ടതായിട്ടുള്ള ചേരുവകളാണ്. നമ്മൾ ഒരു ആപ്പിൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 2 വാൾനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 5-6 ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് പാല് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടപ്പ് വെച്ച് അടച്ച് അടിച്ചെടുക്കാം. നല്ല രീതിയിൽ നമുക്ക് അടിച്ചെടുക്കാം. ആപ്പിളെല്ലാം നല്ലപോലെ അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ട് പകർത്താം. ഇനി കുറച്ച് ജാതിക്കായ പൊടിയാണ്, വളരെ കുറച്ച് ഒന്ന് തൂളി കൊടുക്കാം. ഇനി നമ്മൾക്ക് അതിൽ കുറച്ച് പിസ്ത ബദാം എല്ലാം ഇട്ട് കൊടുക്കാം. ഈ സ്മൂത്തി വന്നിട്ട് നിങ്ങൾക്ക് വളരെയധികം ഗുണപ്രദമായതാണ്. നിങ്ങളെല്ലാവരും വീടുകളിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ സ്മൂത്തി വന്നിട്ട് ഡയബറ്റുകാർക്കും അതേപോലെ തന്നെ ഇത് ബ്രെയിനും ആർട്ടിനും എല്ലാത്തിനും വളരെ ഗുണപ്രദമാണ്. ഷുഗറുള്ളവർക്ക് ഈന്തപ്പഴം വേണ്ടെങ്കിൽ ഒഴിവാക്കാം. പിന്നെ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് 1 മണിക്കൂർ മുമ്പ് ഇത് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ വർക്കൗട്ട് ചെയ്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് കഴിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ മധുരം കുറവായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തേനും കൂടി 1 ടീസ്പൂണ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിൽ ഞാൻ വാൾനട്ട് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം നമ്മൾക്ക് ബ്രെയിനും ആർട്ടിനും എല്ലാത്തിനും നല്ലതാണ്. അതുകൊണ്ടാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്.
അങ്ങനെ നമ്മുടെ 2 സ്മൂത്തിയും തയ്യാറായി കഴിഞ്ഞു. ഇനി നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്ക് ബൈ.